പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്തെ കാർഷിക മേഖലയും പ്രതികൂലമായി ബാധിക്കുന്നു. വള ഉൽപാദനത്തെ യുദ്ധം ബാധിച്ചതോടെ ഇന്ത്യ ചൈനയുടെ സഹായം തേടി. ഇന്ത്യയിലേക്കുള്ള യൂറിയ കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്ന് ചൈനയോട് ആവശ്യപ്പെട്ടതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചു. വളം ഉൽപാദനത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് LPG. പ്രതിസന്ധി രൂക്ഷമായതോടെ ദക്ഷിണേഷ്യൻ രാജ്യത്തെ ചില വളം നിർമ്മാതാക്കൾ പ്ലാന്റുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായ പശ്ചാത്തലത്തിലാണ് കയറ്റുമതി നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കാൻ ഇന്ത്യ ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ഇക്കാര്യം ഇന്ത്യയോ ചൈനയോ സ്ഥിരീകരിച്ചിട്ടില്ല. ചർച്ചകൾ തുടരുകയാണെന്നും ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ലെന്നും പേര് വെളിപ്പെടുത്താത്ത വൃത്തങ്ങൾ പറഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോക ഭക്ഷ്യോൽപാദനത്തിന് ഏറ്റവും നിർണായകമായ നൈട്രജൻ വളമായ യൂറിയയുടെ വില യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ 21% ഉയർന്ന് 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ചൈന ക്വാട്ട സമ്പ്രദായത്തിന് കീഴിലാണ് യൂറിയ കയറ്റുമതി നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയുൾപ്പെടെ ചില രാജ്യങ്ങളിലേക്ക് കയറ്റുമതികൾക്ക് അനുമതി നൽകിയിരുന്നെങ്കിലും 2026 കയറ്റുമതിക്കുള്ള അനുമതി ഇതുവരെ നൽകിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ യൂറിയ ഉൽപാദക രാജ്യമാണ് ചൈന. ചൈനയിലും കാർഷിക സീസണിന്റെ ആരംഭമായതിനാൽ വലിയ ഡിമാൻഡാണുള്ളത്. നേരത്തെ ചൈനയ്ക്ക് നിക്ഷേപ നിയന്ത്രണങ്ങൾ ഇന്ത്യ ലഘൂകരിച്ചിരുന്നു. ഇന്ത്യ നിലവിൽ ഉടനടി വളക്ഷാമം നേരിടുന്നില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ യൂറിയ ഇറക്കുമതിക്കാരനെന്ന നിലയിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ കാലം നിലനിന്നാൽ മൺസൂൺ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യം വർദ്ധിച്ചേക്കും. ചൈനയ്ക്ക് പുറമെ റഷ്യ, ഇന്തോനേഷ്യ, മലേഷ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ യൂറിയയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ഇന്ത്യ 9.8 ദശലക്ഷം ടൺ യൂറിയ ഇറക്കുമതി ചെയ്തു. അടുത്ത 3 മാസത്തിനുള്ളിൽ 1.7 ദശലക്ഷം ടൺ കൂടി എത്തുമെന്ന് വളം മന്ത്രാലയം അറിയിച്ചു.